പെട്ടെന്ന് സ്പീഡ് കൊടുത്ത് പിന്നെ ഇങ്ങനെ കുലുങ്ങി പിന്നെ പയ്യെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ താഴ്ന്നു പിന്നെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ പിന്നെ കുറേ പേര് റൈഡിൻ്റെ അടിയിൽ പെട്ട് പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും മോള് തൂങ്ങി കിടക്കുന്നുണ്ട് കാര്യത്തിൽ ഇങ്ങനെ കുടുങ്ങി ഞാനൊക്കെ ചാടി പക്ഷെ എൻ്റെ അനിയത്തി അവിടെ തൂങ്ങി കിടക്കുന്നു പിന്നെ എൻ്റെ കുഞ്ഞ് അവളെ എടുത്തു വൈബ്രേറ്റ് ആയി ഇങ്ങനെ പോയത്. ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നിരുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും 5 പേർക്കാണ് ഏറ്റവും മാരകമായിട്ടുള്ള രീതിയിൽ പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ള ഒരു വിവരങ്ങളായിരുന്നു ഇത്രയും സമയം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിനൊരു ആശ്വാസം എന്നോണം ജീവഹാനി സംഭവിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അത്രത്തോളം ഗുരുതരമായിട്ട് ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, പിന്നെ കൈക്കും കാലുകൾക്കും ഒക്കെയാണ് പരിക്കേറ്റിരിക്കുന്നതാണ് പിന്നീട് ലഭിക്കുന്ന വിവരം. ഇതിൽ 5 പേരാണ് മെഡിക്കൽ കോളേജിലുള്ളത്. ഈ ഏറ്റവും അധികം തലയ്ക്ക് പരിക്കേറ്റ ഒരാളും മെഡിക്കൽ കോളേജിലാണുള്ളത്. മറ്റുള്ളവരെ സമീപത്തുള്ള ആശുപത്രികളിലായിട്ടാണ് പ്രവേശിപ്പിച്ചത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നമുക്ക് അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര വലിയൊരു അപകടമാണ് ഒഴിവായി പോയതെന്ന്. മരണം പോലും സംഭവിക്കാവുന്ന അല്ലെങ്കിൽ അത്രത്തോളം വലിയ രീതിയിൽ പരിക്കേൽക്കാവുന്ന ഒരു അപകടം തന്നെയായിരുന്നു സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്.